ആക്ച്വലി എല്ലാവരും പേഷ്യൻസ് എല്ലാം വന്ന് ചോദിക്കണം, അയ്യോ ഇംപ്ലാന്റോ, എല്ലിൻ്റെ ഉള്ളിൽ സ്ക്രൂ വെക്കണല്ലേ, അത് വേണ്ട ഡോക്ടറെ, അത് വേണ്ട എന്ന് പറയും. ശരിയാണ്, ഇംപ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരോടുക്കന്നെ പല്ല് വെക്കുന്ന രീതിയാണ് ഇംപ്ലാന്റ്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ എല്ലിൻ്റെ ഉള്ളിൽ വേര് പിടിപ്പിക്കുന്നുണ്ട്, ഒരു സ്ക്രൂ പോലത്തെ സാധനം തന്നെയാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് 8 millimeters, 10 millimeters, 12 millimeters ഒക്കെ ഉണ്ടാവുള്ളൂ, വളരെ ചെറുതായി ഇത്രയും ഉണ്ടാവുള്ളൂ. ഇത്രയും പോകുന്ന ചെറിയൊരു വേരാണ് നമ്മൾ എല്ലിൻ്റെ ഉള്ളിൽ പിടിപ്പിക്കുന്നത്. അത് ഭയങ്കര വലിയ പ്രൊസീജിയർ ഒന്നുമല്ല, പല്ലെടുക്കുന്നേക്കാളും വളരെ ചെറിയ പ്രൊസീജിയർ, സാധാ രീതിയിൽ തരിപ്പിച്ചിട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഓക്കെ, അപ്പം അത് ഭയങ്കര വേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈവൻ ഗൈഡഡ് ഇംപ്ലാന്റ് സർജറീസ് ഉണ്ട്, അതായത് നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു അച്ച് വെച്ചിട്ട് ഇംപ്ലാന്റ് ഇടാം. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഈവൻ സ്റ്റിച്ച് ഇടേണ്ട ആവശ്യം പോലും ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ വേണ്ടി വരില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇട്ടിട്ട് പോകാവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഒരിക്കലും പേടിക്കേണ്ട, അയ്യോ സ്ക്രൂ ഇടുന്ന പരിപാടിയല്ലേ എന്ന് വിചാരിച്ച് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ പ്രൊസീജിയറാണ് ഡെന്റൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്.